അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള അധ്യാപകരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചർ എന്ന നിലക്ക് നമ്മൾ പഠിച്ചിരിക്കേണ്ട പാഠങ്ങളും തിരിച്ചറിവുകളുമാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കേൾക്കുന്ന നന്മകൾ കൃത്യമായി ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ശരിയായ വിധത്തിൽ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും ഇസ്ലാമിക തർബിയത്ത് നൽകാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, നമ്മൾ ജീവിക്കുന്ന പുതിയ കാലം എന്ന് പറഞ്ഞാൽ തിന്മകൾ വ്യാപകമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ചും തിന്മകൾ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യനിഷേധത്തോട്, കുഫ്രിനോട്, തിന്മകളോട് വെറുപ്പുണ്ടാകേണ്ടുന്ന, അതിനെ വെറുക്കേണ്ടുന്ന ഒരു വിശ്വാസി മുസ്ലിമീങ്ങൾ പലപ്പോഴും അതൊന്നും പ്രശ്നമല്ല, പുതിയ കാലത്ത് അത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട കാര്യങ്ങളാണ് എന്ന നിലക്ക് തിന്മകളെ, പ്രത്യേകിച്ചും വൻപാപങ്ങളെ, കുഫ്റിനെയൊക്കെ നോർമലൈസ് ചെയ്യുന്ന, അത് സാധാരണവൽക്കരിക്കപ്പെടുന്ന ഒരു കാര്യമായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട അധ്യാപകരെ നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മെയോ നമ്മുടെ വിദ്യാർത്ഥികളെയോ ഒരിക്കലും ബാധിക്കാൻ പാടുള്ളതല്ല. ആ ഒരു വലിയ ദൗത്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർവഹിക്കേണ്ടത്. അത് കൃത്യമായി നിരന്തരം നമ്മൾ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു തിരിച്ചറിവിൻ്റെ പാഠം വ്യത്യസ്ത രീതിയിൽ, രൂപത്തിൽ, പല സമയങ്ങളിലായി ആവർത്തിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അതോടൊപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന കൂടി നമ്മൾ പഠിപ്പിക്കണം. സൂറത്തുൽ ഹുജറാത്തിലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സഹാബികളെക്കുറിച്ച്, സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകത്തെ പ്രാർത്ഥനയാക്കി മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ പ്രാർത്ഥന നമ്മുടെ ചുണ്ടിലും മനസ്സിലും ഉണ്ടാകണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, ഈമാനിനെ ഞങ്ങൾക്ക് നീ പ്രിയമുള്ളതാക്കി മാറ്റണേ. ജീവിതത്തിൽ എന്തിനേക്കാളുമേറെ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഞാൻ മൂല്യമുള്ളതായി കാണേണ്ടത് ഈമാനിനെയാക്കി മാറ്റണേ അല്ലാഹ്. എത്ര അർത്ഥവത്തായ തേട്ടമാണ്. വസയ്യിൻഹു ഫീ ഖുലൂബിന, ആ ഈമാനിനെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ അലങ്കാരമാക്കി മാറ്റണേ, ഭംഗിയുള്ളതാക്കി മാറ്റണേ. ഒരു മനുഷ്യന് ഈമാനുള്ളവനായി മാറുമ്പോഴാണ് അവൻ ഇഹലോകത്ത് സമാധാനവും സന്തോഷവും പ്രതീക്ഷയും പരലോകത്ത് രക്ഷയും നേടിയെടുക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കുകയുള്ളൂ. അതാണ് പ്രമാണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈമാൻ നേടുക, ആ ഈമാനിനോടുള്ള ഇഷ്ടം, ഈമാനിനോടുള്ള പ്രിയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ഈമാനിനെക്കുറിച്ച് പഠിക്കുന്നു. ഈമാൻ സ്വീകരിച്ച സഹാബത്തിൻ്റെ, പ്രവാചകന്മാരുടെ, സലഫുകളുടെ ചരിത്രങ്ങൾ നമ്മൾ നിരന്തരം പഠിക്കുന്നു.
അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ആ വിശദീകരണങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ഈമാനിനോട് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന്, പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് ഈമാനിനോടുള്ള ഒരു മഹബ്ബത്ത്, ഒരു സ്നേഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് ഒന്നാമതായി നമ്മൾ ചോദിക്കുന്ന സംഗതി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹബ്ബിബ് ഇലൈന, ഞങ്ങൾക്ക് നീ പ്രിയമുള്ളതാക്കി തരണേ, ഹുബ്ബുള്ളതാക്കി മാറ്റണേ, അൽ ഈമാൻ, ഈമാനിനെ, വസയ്യിൻഹു ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഞങ്ങൾക്ക് അതൊരു അലങ്കാരമാക്കി ഭംഗിയുള്ളതാക്കി മാറ്റണേ. അല്ലേ? ഈമാൻ, അത് ശരിയായി ഈമാൻ ഉൾക്കൊള്ളുക, ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പറഞ്ഞത്, ബിലാൽ, താങ്കൾ ഇഖാമത്ത് കൊടുക്കുക, അരിഹന ബിസ്സല, നമസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് റാഹത്ത് കൊണ്ട. അത് ഈമാനിനെ സ്വീകരിക്കലാണ് നമസ്കാരമെന്ന് പറഞ്ഞാൽ. എനിക്കെൻ്റെ കൺകുളിർമ, സന്തോഷം നൽകപ്പെട്ടിട്ടുള്ളത് ഫിസ്വല, നമസ്കാരത്തിലാണ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ്, പ്രാർത്ഥിക്കുമ്പോഴാണ്, നന്മകൾ ചെയ്യുമ്പോഴാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനും സൽപ്രവർത്തനങ്ങളുമാണ് അവന് സന്തോഷം നൽകുന്നത്. മഹാന്മാരായ മുൻഗാമികൾ അവരൊക്കെ ആസ്വാദനം കണ്ടെത്തിയിരുന്നത് വിശ്വാസത്തിലും നന്മകളിലുമായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുക, ആ ഒരു ദർജയിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. രണ്ടാമത് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത്, വകരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വകരിഹ്, നീ വെറുപ്പുണ്ടാക്കണേ, ഇലൈന, ഞങ്ങൾക്ക് നീ വെറുപ്പുണ്ടാക്കി തരണം, അൽ കുഫ്റ, എന്തിനെ? കുഫറിനോട്, സത്യനിഷേധത്തോട്. കുഫർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന പാപമായിട്ടാണ് ഇസ്ലാം കുഫറിനെ പരിചയപ്പെടുത്തുന്നത്. ഈമാനിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഈമാനിൻ്റെ, വിശ്വാസത്തിൻ്റെ നേർ വിപരീത പദം. ആ കുഫറിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ അയാൾക്ക് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുകയാണ്. പരലോകത്ത് എന്തെന്നില്ലാത്ത പ്രയാസങ്ങളും ദുരിതങ്ങളും ശിക്ഷകളും അയാൾ ഏറ്റുവാങ്ങേണ്ടി വരും. എന്നാൽ ആ കുഫറിലേക്കാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളെ അടക്കം ക്ഷണിക്കാനുള്ള മതനിരാസത്തിൻ്റെ, യുക്തിവാദത്തിൻ്റെ, ലിബറൽ ചിന്താഗതിയുടെ ആശയങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇത് നമ്മുടെ മുമ്പിലുള്ള വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കുഫർ എന്നുള്ളത് നോർമലൈസ് ചെയ്യുമ്പോൾ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, തെമ്മാടിത്തരവും പാപങ്ങളുമൊക്കെ, അതിനോടൊക്കെ ഒരു വെറുപ്പുണ്ടാക്കണേ പഠിച്ചവനെ. അതാണ് അള്ളാഹിനോട് പറയുന്നത്, അതിനോടുള്ള ഒരു വെറുപ്പ്. അത് പലപ്പോഴും ഫ്രണ്ട്സ് ചെയ്യുന്നു. നമ്മൾ സ്കൂളുകളിൽ മക്കൾ പോകുമ്പോൾ, ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുമ്പോൾ അവിടെ തിന്മകൾ എന്നുള്ളത് എല്ലാവരും ചെയ്യാണ്. എന്താപ്പം അത് ചെയ്താൽ പ്രശ്നം? ധാർമ്മികതയെ ചോദ്യം ചെയ്ത്, എന്താണ് ഒന്നിച്ചിരുന്നാൽ, ആണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ എന്താണ് പ്രശ്നം? ഒന്നിച്ച് ഇടപഴകിയാൽ എന്താണ് പ്രശ്നം? ഒന്നിച്ച് ജീവിച്ചാൽ എന്താണ് പ്രശ്നം? ഒന്നിച്ച് കിടന്നുറങ്ങിയാൽ എന്താണ് പ്രശ്നം? സിനിമകൾ കണ്ടാൽ എന്താണ് പ്രശ്നം? തുടങ്ങി തിന്മകളുടെ എടുത്തുദ്ധരിച്ച് എന്താപ്പം അതിലുള്ള ഇത്ര പ്രശ്നമുള്ളത്? ഇതൊക്കെ നമുക്കുള്ള സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് എന്തിനാണ് ഇതിനെ വിലക്കുന്നത്? ആരാണ് ഇത് പാടില്ല എന്ന് പറഞ്ഞത്? ഈ മതങ്ങളൊക്കെ പലപ്പോഴും എന്നുണ്ടായതാണ്, ആരുടെയെങ്കിലും തലയിൽ ഉദിച്ച ആശയങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മതത്തെയും ധാർമ്മികതയും അതിനെ ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന, ചിന്മകൾക്ക് അത് ഒരു നല്ല രൂപം കൊടുത്ത് അവതരിപ്പിക്കുന്ന, അതിനെ ഭംഗിയായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് വളരെ നല്ല ന്യായീകരണങ്ങൾ പലപ്പോഴും നമുക്ക് തോന്നുന്ന രീതിയിൽ
അവതരിപ്പിക്കുന്ന അവസ്ഥ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മുന്നോട്ട് പോകുന്തോറും അതിന് വളം വെച്ചു കൊടുക്കുന്ന ഗവൺമെൻറ്റും അതുപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള സാഹചര്യങ്ങളും പലപ്പോഴും നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. അതിലേറ്റവും നല്ല രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും മാറേണ്ടതുണ്ട്. സാഹചര്യങ്ങൾ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ കൂട്ടുകെട്ട്, എല്ലാ നിലക്കും ഒരു ധാർമ്മികമായ സദാചാരത്തിന് എതിരെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും പോകുമ്പോൾ അവിടെ ഈ പ്രാർത്ഥനയ്ക്ക് എത്ര പ്രസക്തിയുണ്ട്. വകരിഹ് ഇലൈനൽ കുഫർ, പഠിച്ചോനെ കുഫറിനെ ഞങ്ങൾക്ക് വെറുപ്പാക്കി മാറ്റണേ. വൽ ഫുസൂഖ വൽ അസിയാൻ, പാപമെന്ന് കേൾക്കുമ്പോൾ, തിന്മയെന്ന് കേൾക്കുമ്പോൾ അത് മനുഷ്യൻ്റെ പ്രകൃതിയാണ് തിന്മയോട് വെറുപ്പുണ്ടാകുക എന്നുള്ളത്. പക്ഷേ ഈ തിന്മ നോർമലൈസ് ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും അതെല്ലാവരും ചെയ്യുന്നത് കാണുമ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമില്ല എന്നുള്ളത് പഠിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മളറിയാതെ അതിനോടൊരു അനുകമ്പ, അതിനോടൊരു ആസക്തി, ഇഷ്ടം, താല്പര്യം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരം ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹിനോട് പറയുന്നത് വകരിഹി ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ അസിയാൻ. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന പദപ്രയോഗം നരകത്തിലേക്ക് അല്ലെങ്കിൽ തീയിലേക്കൊരു മനുഷ്യനെ വലിച്ചെറിയുക എന്നുള്ളത് ഒരാൾ ഇഷ്ടപ്പെടൂലല്ലോ, വെറുക്കൂലേ? അതേപോലെ കുഫ്രിലേക്ക് പോവുക എന്നുള്ളത് ഒരാൾ വെറുക്കണം എന്നുള്ളതാണ്. യഥാർത്ഥ മനസ്സിൽ ഈമാനുള്ള ഒരു വിശ്വാസിയുടെ മനസ്സങ്ങനെയായിരിക്കും. അവസാനിപ്പിക്കുമ്പോൾ ലാസ്റ്റ് പ്രാർത്ഥിക്കുന്നത് വജഅൽനാ മിനർ റാഷിദീൻ, അല്ലാഹുവേ നന്മയിൽ, റുസ്തിൻ്റെ, സന്മാർഗത്തിൻ്റെ നന്മയിൽ ചരിക്കുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബെ ഉൾപ്പെടുത്തണേ എന്ന മനസ്സറിഞ്ഞുള്ള തേട്ടമാണ് പ്രിയപ്പെട്ട അധ്യാപകരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽന മിനർ റാഷിദീൻ. ഈ പ്രാർത്ഥന നമ്മൾ മനഃപ്പാടമാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലുക, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, അവരോടും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പ്രത്യേകം നിർദ്ദേശിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കതിനെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉപകാരപ്രദമായ വീഡിയോസാണ് ഇതിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പരിചയത്തിലുള്ള ഇസ്ലാമിക് അധ്യാപകർക്ക്, മദ്രസ അധ്യാപകർക്ക്, അല്ലെങ്കിൽ മദ്രസ ഇസ്ലാമിക് ചെറുബിയ ടീച്ചർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാർക്കൊക്കെ പ്രത്യേകം ഇത് ഷെയർ ചെയ്യാനും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.